നമ്മൾ ഇന്ന് പൂജ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു. ഇതിൽ പ്രധാന വേഷം ചെയ്യുന്നത് അനിൽ സാദത്താണ്. അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. ശ്രുതി എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ഇതൊരു ഫുൾ ഓൺ കോമഡിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നല്ലേ. കോമഡി മൂവിയാണ്. അതെ. പിന്നെ ഇതിലൊരു വീട്ടിലെ ഫാമിലി പോർഷൻ വരുമ്പോഴാണ് എൻ്റെ ക്യാരക്ടറൊക്കെ വരുന്നത്. മറ്റു താരങ്ങൾ ജയൻ ചേർത്തലയുണ്ട്, ബിനു ഇടുമാലിയുണ്ട്, രശ്മി അനിലുണ്ട്. പിന്നെ ബാക്കി കാസ്റ്റിംഗ് ഒക്കെ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു വേണം പറയാം. പെട്ടെന്നായിരുന്നു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ, വളരെ വളരെ പെട്ടെന്നായിരുന്നു. അതെ. അപ്പോൾ 18 ദിവസം കൊച്ചിയിൽ തന്നെയാണ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ 3ാമത്തെ മൂവിയാണിത്. പിന്നെ ദയ്യനയുടെ അതായത് ഞാൻ ഓൾറെഡി നിസാമുദ്ദീൻ നാസറാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്, അർദ്ധരാത്രി. അദ്ദേഹമായിട്ട് മുൻപ് വർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു ക്രൂ ആയിട്ട് ഞാൻ മുൻപ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ കൂടെ ചെയ്യുന്ന 2ാമത്തെ മൂവിയാണ് അത്. മരിയാർ ഭൂതം എന്നുള്ള മൂവിയായിരുന്നു ആദ്യം ചെയ്തത്. അങ്ങനെ അപ്പോൾ എൻ്റെ പോർഷൻ ഏകദേശം 5-6 ദിവസത്തിൽ കഴിയുമല്ലേ. അതെ അതെ. എൻ്റെ ഒരു സന്തോഷമുണ്ട്. കോമഡി ചിത്രത്തിലെ ഭാഗമാകാന്നുള്ള എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. എനിക്കിഷ്ടമാണ് ബേസിക്കലി കോമഡി ജോണറുള്ള മൂവീസ്. അപ്പോൾ അതാണ് ഇപ്പോൾ എല്ലാ പ്രേക്ഷകരുടെയും മീഡിയയുടെയൊക്കെ സപ്പോർട്ടും അനുഗ്രഹവും ഒക്കെ ഉണ്ടാവണം. ഫസ്റ്റ് ദിവസം ഇതിൻ്റെ ക്യാരക്ടറാണ് ഈ കോസ്റ്റ്യൂംസ് ഒക്കെ. ഞാനൊരു ക്യാരക്ടർ നന്നായിരുന്നു, അടിപൊളിയായിരുന്നു. ഇതാണ് ക്യാരക്ടർ ലുക്ക് അല്ലേ? അതെ അതെ. എൻ്റെ ഇതല്ല, വീട്ടമ്മയുടെ ക്യാരക്ടർ ലുക്കായിരുന്നു. ഓക്കെ. എൻ്റെ കഥാപാത്രം എന്താ പറയുക, ദയ്യനയുടെ ഹസ്ബൻഡായിട്ടാണ്. ഒരു പ്രത്യേകിച്ച് ജോലിക്കൊന്നും പോവാത്ത വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ഒരു ഹസ്ബൻഡ്, ഫോണൊക്കെ നോക്കിയിരിക്കുന്ന ഒരു ഹസ്ബൻഡ് അല്ലേ? അതെ അതെ. ആണ് ആണ്. നല്ലൊരു ക്യാരക്ടർ അല്ലേ? ഉഴപ്പനായ ഒരു ഹസ്ബൻഡ്. അതെ, ഉഴപ്പനായ ഒരു ഹസ്ബൻഡ്. കഥാപാത്രത്തിൻ്റെ സനൽ എന്നാണ്. അപ്പോൾ സനലും ശ്രുതിയും ഞങ്ങളുടെ മകനായിട്ട് ചെയ്യുന്ന ഒരു കുട്ടിയുണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് എൻ്റെ മൂവി സ്കൂൾ ഡയറി ആയിരുന്നു. അപ്പോൾ അത് 2019 റിലീസായത്. പിന്നെ അതിനുശേഷം ഇപ്പോൾ പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു മൂവിയിൽ ഹീറോ ആയിട്ട് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അത് ഒരു 2 മാസത്തിനുള്ളിൽ എൻ്റെ റിലീസ് ഉണ്ടാവും. പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് 3ാമത്തെ മൂവിയാണ്. ത്രില്ലർ വിത്ത് കോമഡി. പിന്നെ തീർച്ചയായിട്ടും കാരണം മെയിൻലി കോമഡി മൂവിയാണ്. ത്രൂ ഔട്ട് കോമഡി വരുന്ന ഒരു സംഭവമാണ്. അതെ 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 തീർച്ചയായിട്ടും. അപ്പോൾ ഇതിൻ്റെ ഡയറക്ടർ നിസാമുദ്ദീൻ നാസറാണ്. പുള്ളിയുടെ 3ാമത്തെ മൂവിയാണ്. ഫസ്റ്റ് മൂവിയിലും സെക്കൻഡ് മൂവിയിലും ദയന ഉണ്ടായിരുന്നു. റാണിയായിരുന്നു നിസാമിൻ്റെ തൊട്ട് മുൻപ് റിലീസായ ചിത്രം. ഇത് 3ാമത്തെ മൂവിയാണ്. അതെ. ഇത് നമ്മൾ തമിഴിലും മലയാളത്തിലും തമിഴിലും മേക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഡബിങ് അല്ല, അല്ലാണ്ട് അതായത് നമ്മൾ മലയാളത്തിലെ ഡയലോഗ് പറഞ്ഞിട്ട് ഇവർ പറയും തമിഴ് അടുത്ത തമിഴ് എന്ന് പറയുമ്പോൾ ഡയലോഗ് പറയും. നമ്മളിവിടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ട്, തമിഴ് ഡയലോഗ്സ് ഒക്കെ വെച്ചിട്ട്. അതെ, അതൊരു രസമുള്ളൊരു കാര്യമാണ്, പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ദയനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം തമിഴ് മൂവി കഴിഞ്ഞു എന്നുള്ള പുള്ളിക്കാരി ലാംഗ്വേജ് അങ്ങനെയൊന്നും പറയരുത്. കുറച്ച് എക്സ്പീരിയൻസ്. ഇപ്പോൾ നിലവിൽ തിയേറ്ററിൽ റിലീസ് ആയിരിക്കുന്ന പേട്ടർ ആപ്പ് എന്നുള്ള മൂവിയിൽ ഞാൻ പ്രഭുദേവയുടെ സിസ്റ്ററായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു എക്സ്പീരിയൻസേ ഉള്ളൂ. അങ്ങനെ ഇതിലൂടെ വീണ്ടും പഠിക്കാം, അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്കമിങ് റിലീസുകൾ ഒരു പിടിയുണ്ട് ആക്ച്വലി. ത്രയം എന്നൊരു മൂവി, അതൊരു ആന്തോളജിയാണ്. മധുരം ജീവാമൃതം ബിന്ദു എന്നൊരു ആന്തോളജി. മനോരമ മാക്സിന് വേണ്ടിയിട്ട് സോൾ ഓഫ് കൊച്ചി എന്നൊരു ആന്തോളജി. 916 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ട് പക്രു ചേട്ടൻ നായികയായിട്ട്. ടർക്കിഷ് തർക്കം, സണ്ണി വെയിനും ലുക്മാനും ഒക്കെ അതിലൊരു ക്യാരക്ടർ റോള്. പിന്നെ മെറി ക്രിസ്മസ് എന്ന് പറഞ്ഞ് കാർത്തിക് രാമകൃഷ്ണൻ കൂടെ ചെയ്തൊരു മൂവി, അതെൻ്റെ റിലീസ്. വേറെയും ഉണ്ട്, ദീപു കരുണാകരൻ്റെ മിസ്റ്റർ ആൻഡ് മിസ്സസ് ബാച്ചിലർ എന്നൊരു മൂവി. ധ്യാൻ ശ്രീനിവാസിൻ്റെ അതിപ്പം അനൗൺസ് ചെയ്തിട്ടില്ല, ഒരു മൂവി പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. സൂപ്പർ സ്റ്റാർ കല്യാണി. അതെ, സൂപ്പർ സ്റ്റാർ കല്യാണി. വേറെ ഉണ്ട്, മദർമേരി എന്നൊരു മൂവി. കോട്ടയത്ത് ചിത്രീകരിച്ച ജാഫർ ഇടുക്കിയും നമ്മുടെ ഇന്ത്യൻ സേട്ടനുമുള്ള ഒരു പോക്കൻ എന്നായിരുന്നു ആദ്യം ടൈറ്റിൽ ഇട്ടിരുന്നത്. ഇപ്പോൾ ഒരുമ്പെട്ടവൻ എന്നുള്ളൊരു മൂവി, അത് സുധീഷ് ഏട്ടൻ്റെ പേരായിട്ട്. അങ്ങനെ കുറച്ച് പടങ്ങളുണ്ട്. ഓക്കെയാണ് വിശേഷങ്ങൾ. താങ്ക് യു സോ മച്ച്. അപ്പോൾ താങ്ക് യു വെരി മച്ച്. കൊച്ചിയിലുള്ളവരൊക്കെ നമ്മുടെ ലൊക്കേഷനിൽ വരണം. അതെ തീർച്ചയായും. അതെ, വരണം. ഓക്കെ, താങ്ക് യു.